സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3 പരീക്ഷ നടത്തിയിരുന്നു. അപ്പോൾ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? പ്രസ്താവനകൾ വായിക്കാം. 1510 തുടക്കത്തിൽ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തു. 2. പോർച്ചുഗലിലെ രാജാവായ ഇമ്മാനുവലിന്റെ പ്രചോദനത്താൽ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്താൻ ശ്രമിക്കുന്നു. 3. പോർച്ചുഗീസുകാരുടെ കീഴിൽ കൊച്ചി അതിവേഗം വിശാലവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു പട്ടണമായി വളർന്നു. അവരുടെ നല്ല കാലങ്ങളിൽ അത് ഗോവയ്ക്ക് ശേഷമുള്ള മലബാർ തീരത്തെ ഏറ്റവും മികച്ചതും വലുതുമായ നഗരം ആയിരുന്നു. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 മൂന്ന് പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? തന്നിരിക്കുന്നു. 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 1757 മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും കൊച്ചിയും സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. മണ്ഡപത്ത് വാതുക്കൽ എന്നാണ് സേനാ ആസ്ഥാനത്തിന് നൽകിയിരുന്ന പേര്. രണ്ടാമത്തെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 2. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. നിയമസഭ 1925 ഫെബ്രുവരി 7 വോട്ട് ചെയ്ത് 22 പേരെ പിന്തുണച്ചു, 21 പേരെ നിരസിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 and 2. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. പൂർണ്ണ സ്വരാജിനു വേണ്ടി ഗാന്ധി അഹിംസാത്മക സമരം പ്രഖ്യാപിച്ചു. ഗാന്ധിയുടെ ദണ്ഡി മാർച്ച് സബർമതിയിൽ നിന്ന് ഗുജറാത്തിന്റെ ഹൃദയഭൂമിയിലൂടെ കടലിലേക്ക്. ഉപ്പിന്റെ പ്രശ്നത്തെ ചുറ്റിപ്പറ്റി നിങ്ങൾ ഒരു നല്ല തന്ത്രം ആസൂത്രണം ചെയ്തു. 1931 ഫെബ്രുവരിയിൽ ഗാന്ധിജിയോട് നെഹ്റു സമ്മതിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 2. അടുത്ത ചോദ്യം, സാമൂഹിക സ്ഥാപനങ്ങളുമായും പരിഷ്കാരങ്ങളുമായും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. 1. 1829 ഡിസംബർ 4 ഹിന്ദുക്കളുടെ വിധവകളെ ജീവനോടെ കത്തിക്കുന്ന അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന സതി ആചാരം ക്രിമിനൽ കോടതികൾ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണെന്ന് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസം, സാമ്പത്തിക സമ്മർദ്ദം, കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ തകർച്ച എന്നിവ മൂലമാണ് വിദ്യാസമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ വിവാഹപ്രായം വർദ്ധിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ജാതിയുടെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ ഇടപെടാത്ത നയമാണ് പിന്തുടർന്നത്. ഈ സ്ഥാപനങ്ങളെ അടയാളപ്പെടുത്തിയ മാറ്റങ്ങൾ മിക്കവാറും സർക്കാർ നടപടികളല്ല, മറിച്ച് സാമൂഹിക സ്വഭാവമുള്ള ഘടകങ്ങളാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 and 3. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, മുഗൾ കലയെയും വാസ്തുവിദ്യയെയും സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. സണാഡുവിലെ ഗുബ്ലൈ ഗാൻസ് കൊട്ടാരത്തിന്റെ സ്വപ്ന മാതൃകയായ ഫത്തേപൂർ സിക്രി അക്ബർ നിർമ്മിച്ചു. ജഹാംഗീർ ആരംഭിച്ചത് ഇൻഡോ ഇസ്ലാമിക് ബറോക്ക് ശൈലിയിലാണ്. ആഗ്രയിലെ മോത്തി മസ്ജിദ് ഔറംഗസേബ് നിർമ്മിച്ചതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓൺലി 1 and 2. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഫ്രാൻസിൽ നേരിട്ടുള്ള നികുതികൾ സംസ്ഥാന ഉദ്യോഗസ്ഥരല്ല, സ്വകാര്യ വ്യക്തികളോ കമ്പനികളോ ആണ് പിരിച്ചെടുത്തിരുന്നത്. റോം കത്തോലിക്ക സഭയിലെ വൈദികർ സംസ്ഥാനത്തെ ആദ്യ ക്രമം രൂപീകരിച്ചു. അത് സമ്പന്നവും ശക്തവുമായിരുന്നു. ഫ്രാൻസിന്റെ ഭൂപ്രദേശത്തിന്റെ 1/5 ഭാഗവും അതിന്റെ ഉടമസ്ഥയിലായിരുന്നു. വിപ്ലവം ഉണ്ടായത് തത്വചിന്തകർ മൂലമല്ല, മറിച്ച് ദേശീയ ജീവിതത്തിന്റെ അവസ്ഥയും തിന്മകളും ഭരണകൂടത്തിന്റെ തെറ്റുകളും കാരണമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 and 3. അടുത്ത ചോദ്യം, UNAയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. സാൻ ഫ്രാൻസിസ്കോയിൽ പ്രതിനിധീകരിച്ച 50 പ്രാരംഭ അംഗങ്ങളുടെ കാര്യത്തിൽ UN ലീഗ് ഓഫ് നേഷൻസുമായി സാമ്യം പ്രകടമാക്കി.
അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താനും ഏതെങ്കിലും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് വിലക്കുകയും ലക്ഷ്യങ്ങൾക്ക് അനുകൂലവുമായ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സാഹചര്യം സ്ഥാപിക്കുന്നതിൽ സഹകരിക്കാനും ചാർട്ടർ അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു. ഡിസംബറിലെ ടെഹ്റാൻ സമ്മേളനത്തിൽ റൂസ്വെൽറ്റ് ചർച്ചിലും സ്റ്റാലിനും ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഒരു ലോക കുടുംബത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 and 3. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകൾ പരിഗണിക്കുക. ലോകമെമ്പാടും ഓരോ വർഷവും 400 ദശലക്ഷം ടണ്ണിലധികം പ്ലാസ്റ്റിക്കുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിൽ പകുതിയും ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാവൂ. 10% താഴെ മാത്രമേ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ. മൈക്രോ പ്ലാസ്റ്റിക് 5 മില്ലിലിറ്ററോളം വ്യാസമുള്ള ചെറിയ പ്ലാസ്റ്റിക് കണങ്ങൾ കുടിവെള്ളത്തിലേക്ക് പ്രതിവർഷം ഏകദേശം 11 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രങ്ങളിലേക്ക് ഒഴുകുന്നു. ഇത് 2040 3 ഇരട്ടിയാകും. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3. അടുത്ത ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. ശ്രീ ഹീരാലാൽ സമരിയ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 2005 ഒക്ടോബർ 12 മുതൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. കമ്മീഷന്റെ അധികാര പരിധി എല്ലാ കേന്ദ്ര സംസ്ഥാന പൊതു അധികാരികളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 2. അടുത്ത ചോദ്യം, പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പട്ടിക 1ൽ തന്നിരിക്കുന്നത് അന്തരീക്ഷ പാളികളാണ്. പട്ടിക 2വിൽ അതിൻ്റെ സവിശേഷതകളാണ് തന്നിരിക്കുന്നത്. ശരിയായിട്ട് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. സ്ട്രാറ്റോസ്ഫിയർ മൊത്ത അന്തരീക്ഷ ഓസോണിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. എക്സോസ്ഫിയർ ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ. ട്രോപ്പോസ്ഫിയർ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. അയണോസ്ഫിയർ അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ജലപാത 3 ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. ദേശീയ ജലപാത 3 കോട്ടപ്പുറം, കൊല്ലം. പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പട്ടിക 1ൽ തന്നിരിക്കുന്നത് ഉപഗ്രഹങ്ങളാണ്. പട്ടിക 2വിൽ രാജ്യങ്ങളാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. GOES USA, ഇൻസാറ്റ് ഇന്ത്യ, സ്പോട്ട് ഫ്രാൻസ്, ഉൽക്ക 3 റഷ്യ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു, ബാബർ ട്രാക്ട് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. ബങ്കർ പുതിയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. ഗദ്ദർ പഴയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. ടെറായി അമിതമായ നനവുള്ള ഒരു മേഖലയാണ്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 4 എന്നിവ ശരിയാണ്. 1, 4 എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സൈലന്റ് വാലിയാണ്. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ സുസ്ഥിരവുമായ വളർച്ച. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? തന്നിരിക്കുന്നു, RBI IMFൽ ഒരു അംഗമാണ്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഉഷ തൊറട്ടായിരുന്നു ആദ്യത്തെ വനിതാ RBI ഗവർണർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 2. ഓൺലി 1 and 2. അടുത്ത ചോദ്യം, GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക?
ഓപ്ഷൻ ബി ആണ് IGST. ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിന് തുല്യമാണ്? ഓപ്ഷൻ എ റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ്. 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദി ഇന്ത്യൻ ഇക്കോണമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത്. വി അനന്ത നാഗേശ്വരൻ. സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണദാതാക്കളും തമ്മിലുള്ള പൊതു കരാറുകൾ, പൊതു ഉടമ്പടി തിരിച്ചറിയുക. ഓപ്ഷൻ ബി സിറ്റിസൺ ചാർട്ടർ. NSSOയുടെ പൂർണ്ണരൂപം. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത് ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി. NREGA സോഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് NREGA. ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കുന്നത് ഏത്? ഓപ്ഷൻ ഡി ആണ് വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ സി ആണ് 105. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ പ്രേം ബിഹാരി നരേൻ റൈസാദ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248 പ്രതിപാദിക്കുന്നത് കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ഓപ്ഷൻ എ ആണ് ബീഹാർ. SR ബൊമ്മൈ വി യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ 352 ആണ്. ആർട്ടിക്കിൾ 352. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം നാട്യകൽപ ധ്രുമം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏതൊക്കെയാണ്? കൂടിയാട്ടവും മുടിയേറ്റവും. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്ത് നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഗ്രീസ് ആണ്. ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ഡേവിസ് കപ്പ് ടെന്നീസ് ആണ്. നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? PC ഗോപാലൻ. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? കണ്ടം വച്ച കോട്ട്. ഓണം പരാമർശിക്കുന്ന ഒരു സംഘ കാലഘട്ടത്തിലെ കൃതി മധുരൈ കാഞ്ചി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ CV രാമൻ പിള്ള. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ അജയ്. കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ. കമ്പ്യൂട്ടറിൽ ബ്യൂട്ടാപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി റീഡ് ഓൺലി മെമ്മറി. ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര് ഇന്റർപ്രറ്റർ. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930. ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഒമേഗലിന്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിന്റെ സ്ഥാപകൻ ആരാണ്? ലീഫ് കെ ബ്രൂക്സ്. താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓൺലി 2. APJ അബ്ദുൽ കലാം. ആദിത്യ L1 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓൺലി 1.
സോളാർ അപ്പർ അറ്റ്മോസ്ഫറിക് ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം. ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓൺലി 1 and 3. ഓൺലി 1 and 3. ഗ്രീൻ ഹൈഡ്രജൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവുകളുടെയും ഉൽപ്പാദനത്തിനും ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക. ശുദ്ധമായ ഊർജത്തിലൂടെ ആത്മനിർഭർ ആകുവാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന നൽകുകയും ആഗോള ശുദ്ധ ഊർജ പരിവർത്തനത്തിന് പ്രചോദനമാവുകയും ചെയ്യും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 ഉം 2ഉമാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നു. 1980 വന സംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 2. ശനിയുടെ ഉപഗ്രഹമായ മീമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. 3D പ്രിന്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു. അടുത്ത് വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 51 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 52 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 53 ഓപ്ഷൻ എ. 54 ഓപ്ഷൻ ഡി. 55 ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 56 ഉത്തരം ഓപ്ഷൻ സി. 57 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 3 മണിക്കൂർ. 58 ഓപ്ഷൻ എ 49. 59 ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 125. 60ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 0. ഇനി 61ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡേവിസ് കപ്പ്. 62 ഉത്തരം ഓപ്ഷൻ എ അവസ്ഥ. 63 ഓപ്ഷൻ എ ആണ് ഉത്തരം. 60. 64 ഓപ്ഷൻ സി 90. 65 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. 65 ഓപ്ഷൻ ബി. 66 ഓപ്ഷൻ ബി. 67 ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. 68 ഓപ്ഷൻ ബി. 69 ഓപ്ഷൻ എ. 70 ഓപ്ഷൻ സി ആണ്. ഇനി ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് വരുന്നത്. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. സംതിങ് ഹാപ്പൻഡ് അറ്റ് ദ കോളേജ്. Didn't it? Put in the correct preposition. The program starts dash 8:15 a.m. at. Choose the correct alternative form those given as options. The principal dash to speak to you. Wants. Turn the given sentence from active voice to passive voice. Specify which of the following answer is right. Mary opened the door. Option B. The door was opened by Mary. Identify the best way to express the intended idea in the following. Option B ആണ് ഉത്തരം. I like her child-like face. I like her child-like face. Identify the type of sentence. What a super show! Exclamatory sentence. Use an appropriate article. He didn't get dash job he applied for. He didn't get the job he applied for. Michelle is dash than Natasha. Older. I look forward dash from you. I look forward to hearing from you. Report the sentence. Joshua said to Mom, I have been here. Joshua told Mom that she had been there. Complete the given sentence using a suitable phrasal verb. I arranged to meet Tony in the mall yesterday, but he didn't turn up.
Find the synonym of the word amicable. Option C, friendly. Which of the following word is opposite to the word cautious? Option C, reckless. Which of the following is correctly spelled? Option C ആണ് CATASTROPHE. CATASTROPHE. Find one word for a person who has no money. Option D, pauper. What is the meaning of the idiomatic expression round the corner? Very near. Choose the compound word from the words given below. Option B, hallway. What is the female tiger called? Tigress. A prefix is letters that come at the dash of the word, beginning of the word. Prepare the dash of your research work. Synopsis. Option A, synopsis. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അത് ഏത്? ഓപ്ഷൻ ബി ആണ് ലേഖകൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ഗുരുക്കൾ. പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ജനകൻ. തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക. ഓപ്ഷൻ സി തീക്കനൽ. രാജാവും ഋഷിയുമായവൻ. ഇത് ഒറ്റപ്പദമാക്കുക. ഓപ്ഷൻ ഡി രാജർഷി. സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. സുധ. 800 എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി ആണ് എൺ പ്ലസ് 100. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ലോകവിവരം ഇല്ലാത്തവൻ. മേഘം എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി വാരിധം. അവസാനത്തെ ചോദ്യം, ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ഓപ്ഷൻ ഡി ശിഥിലം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.